അപ്പോൾ ആ മനുഷ്യന് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചത് പലതും പറയാതെ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു വെച്ചാൽ, പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ ഈ പുള്ളിക്കാരൻ്റെ ഡാൻസ് ഒക്കെ കാണാൻ നേരത്ത് അയ്യേ ഇതെന്താണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് കാലത്ത്. നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ആളെ അറിയായിരിക്കും, നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ജുനൈദ് എന്നാണ് പേര്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ജുനൈദുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീഡിയ ഒക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ജുനൈദിൻ്റെ പേരിൽ ട്രോളുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ജുനൈദ് എന്ന് പറഞ്ഞ ഒരാളില്ല. കുറച്ച് മുമ്പ് അദ്ദേഹം വാഹനാപകടത്തിൽ മരണപ്പെട്ടുപോയി. പക്ഷേ ജുനൈദ് പലതും സമൂഹത്തിനോട് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ജുനൈദിൻ്റെ ഒരു കേസ് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ്. ഞാൻ ജസ്റ്റ് കേസ് വായിക്കാം, എന്നിട്ട് ജുനൈദിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ലാസ്റ്റ്, അതും ഞാനിവിടെ പറയാം. ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടങ്ങളിൽ നമുക്ക് ചില ആൾക്കാരെ നമ്മൾ ഡയറക്റ്റ് കണ്ടില്ലെങ്കിലും നമ്മൾ സംസാരിച്ചില്ലെങ്കിലും ഇവരെ നമുക്ക് ഭയങ്കര പരിചയമായി പോകും. അങ്ങനെ കുറച്ച് മനുഷ്യരുണ്ട്. ആദ്യമേയൊക്കെ നമ്മൾ ഈ ജുനൈദ് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ സ്റ്റെപ്പിൽ ഡാൻസ് കളിക്കുന്നു, ട്രോൾസ് ഉണ്ട്, ട്രോളിലൂടെയാണ് ജുനൈദ് വൈറലാവുന്നത്. അങ്ങനെ ടി വിയിലെ പല റിയാലിറ്റി ഷോയ്സിലുമൊക്കെ ജുനൈദ് വരുന്നു. അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അയാളൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കും. അങ്ങനെയാണ് ജുനൈദ് വൈറലാവുന്നത്. ജുനൈദിനെ അറിയാത്ത മലയാളി കാണത്തില്ല. ജുനൈദിൻ്റെ വീഡിയോ വരാത്ത ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മലയാളി ഏത് ലോകത്തുണ്ടെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജുനൈദിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഈ സൈഡിൽ ഞാൻ കാണിക്കുന്നതാണ് ജുനൈദിൻ്റെ വീഡിയോസ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളി മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്താണെന്നറിയത്തില്ല. ഞാൻ ഡയറക്റ്റ് പോലും കണ്ടിട്ടില്ല ഈ ഒരു മനുഷ്യൻ, പക്ഷേ എന്തൊരു വിഷമം. ഈ ജുനൈദിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്. അപ്പോൾ സോഷ്യൽ മീഡിയയും ഒക്കെ വലിയ രീതിയിൽ ആ കേസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നും പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഒരു കേസ് വരാൻ നേരം നമുക്ക് എല്ലാം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സ്ത്രീ ഒരു പരാതി കൊടുക്കുന്നു, ശരി, അതിപ്പം സോഷ്യൽ മീഡിയ ട്രോളാക്കിയിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരാളെ പബ്ലിക്കായിട്ട് ആക്ഷേപിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കേസുകളെ നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകൾ പലപ്പോഴും തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ കേസുകൾ കൊടുക്കാറുണ്ട്. നാട്ടിൽ ഈ അധ്യാപകർക്കെതിരെയൊക്കെ കേസ് കൊടുത്തിട്ട് അവസാനം ഒന്നുമല്ലാത്ത രീതിയിൽ ആ കേസേ സത്യമല്ല എന്നുള്ള രീതിയിൽ പല അധ്യാപകരും പോസ്കോ കേസിലൊക്കെ പുറത്തു വന്ന വാർത്തയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. കാരണം അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നത് എന്താ, നമ്മൾ ഇതുപോലെ കേസ് കൊടുക്കും. ചില പെൺകുട്ടികളൊക്കെ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ പോലും കേസ് കൊടുക്കും. അവസാനം പീഡനവീരെന്നുള്ള പേര് കിട്ടും. ഏറ്റവും ഒടുവിൽ വെറുതെ വിട്ടാൽ പോലും അയാളുടെ തലയ്ക്ക് മുകളിൽ ഒരു പീഡനക്കേസിലെ പ്രതി എന്നുള്ള രീതിയിലൊരു പേര് കിടക്കും. അങ്ങനെ ആയതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളെ ഒരു കേസിൽ പെട്ടു എന്നുള്ള പേരിൽ വേട്ടയാടാൻ നിൽക്കരുത്, ഫൈനൽ ഒരു കോടതിയിലെ ജഡ്ജ്മെൻറ്റ് വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് വന്നൊരു വാർത്ത ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു, പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡിപ്പിച്ചു, വ്ളോഗർ ജുനൈദ് അറസ്റ്റിൽ എന്നുള്ള രീതിയിൽ മാർച്ച് 1 ഈ മാസം 1 ആ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്ത നമ്മുടെ മീഡിയ എല്ലാം ജുനൈദിൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 14കാരൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ ഒരു 35കാരി ഉണ്ടായിരുന്നു, ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കൊച്ചു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അതും പോസ്കോ കേസായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ആ സ്ത്രീയുടെ പേരോ അഡ്രസ്സോ പുറത്തു വരും ആരും ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ക്രൈം ചെയ്ത സ്ത്രീയാണ്. അവരുടെ റിപ്പോർട്ട് ചെയ്യാതെ ജുനൈദിൻ്റെ ഫുൾ വീഡിയോ അല്ലെങ്കിൽ ജുനൈദിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഫോട്ടോസ് ഒക്കെ എടുത്ത് ആൾക്കാർ പബ്ലിഷ് ചെയ്യുന്നു, ട്രോൾ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച വ്ളോഗർ അറസ്റ്റിൽ. വഴിക്കടവ് സ്വദേശി ചെയ്തര വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് സ്റ്റേഷൻ SHO P വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ സംഘം ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്ത്. അപ്പം ജുനൈദിൻ്റെ ഫുൾ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആണ് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത ഇങ്ങനെയൊക്കെയായിരുന്നു: യുവതിയുടെ പരാതിയിൽ കേസെടുത്ത മലപ്പുറം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി വിദേശത്തേക്ക് പോയ പ്രതിയെ ബാംഗ്ലൂരിൽ എയർപോർട്ട് പരിസരത്ത് വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ഇൻസ്പെക്ടറാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള രീതിയിൽ ഫുൾ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോടതി ഹാജരാക്കും എന്നുള്ള രീതിയിൽ വരുന്നുണ്ടായിരുന്നു. ഇതിന് ശേഷം ജുനൈദ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ജുനൈദിൻ്റെ പ്രൊഫൈലല്ല, വേറൊരു പ്രൊഫൈലാണ് ആ വീഡിയോ വന്നത്. ആ വീഡിയോ ഞാൻ അന്ന് കണ്ടായിരുന്നു. അപ്പോൾ ജുനൈദ് ഇങ്ങനെ അതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ജയിലിലൊന്നുമല്ല, മീഡിയയൊക്കെ പറയുന്നൊന്നും ആരും വിശ്വസിക്കരുത്. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ജുനൈദ് ഒരു പിൻ ചെയ്ത് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്: കാര്യങ്ങൾ അറിയാതെ ഓരോന്ന് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ, സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങളോട് വിശദമാക്കി തരാം, വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ ജുനൈദ് ഒരാഴ്ച മുമ്പിട്ടോ ഒരു കമൻ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരാളുടെ പോസ്റ്റിൽ ജുനൈദ് പോസ്റ്റ് ചെയ്ത മറ്റൊരു പ്രൊഫൈലാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിനെപ്പറ്റി കൂടുതൽ പറയാനുണ്ട്, ജയിലിലല്ല, ഞാൻ പുറത്ത് തന്നെയാണ്, മീഡിയ പലതും പറയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്.
പക്ഷെ അയാളുടെ നിരപരാധിത്വം ലോകത്തോടൊന്ന് വിളിച്ചു പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇന്ന് ജുനൈദുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിരിക്കുന്നത്. ജുനൈദിന് എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ടുള്ള ജുനൈദ് വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ. 32 വയസ്സായിരുന്നു. വഴിക്കടവ് പഞ്ചായത്തങ്ങാടി സ്വദേശിയാണ്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ ഇയാൾ വെള്ളിയാഴ്ച വൈകിട്ട് 6:20 കാരക്കുന്ന് മരത്താണി വളവിൽ റോഡിൽ അപകടത്തിൽ രക്തം വാർന്ന് കിടന്നു എന്നുള്ള രീതിയിലാണ് വാർത്ത വരുന്നത്. ആശുപത്രിയിൽ എത്തിച്ചു നാട്ടുകാർ, പക്ഷേ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പുള്ളിക്കാരൻ അവിടെ അപകടത്തിൽ കടന്നത് ബാക്കിയുള്ള ആൾക്കാരും കണ്ടില്ല. അപകടം നടന്ന് എപ്പോൾ എന്നത് വ്യക്തമല്ല, ആരും കണ്ടില്ല എന്നുള്ളതാണ് അപകടത്തിൽപ്പെട്ടത്. ജുനൈദിൻ്റെ മഞ്ചേരി ഭാഗത്തു നിന്നും വഴിക്കടവ് ബൈക്കിൽ വരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചതെന്ന് കരുതുന്നു. മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തലയിലെ പിൻഭാഗത്ത് ഗുരുതരമായി പരിക്കുണ്ട്. ഉടൻ തന്നെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെട്ടില്ല, മരണപ്പെട്ടു. പിതാവ് ഹംസ, മാതാവിൻ്റെ പേരുണ്ട്, മകൻ മുഹമ്മദ് റസൽ എന്നുള്ള രീതിയിൽ പേര് പറയുന്നുണ്ട്, മകനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയാണ് ജുനൈദിൻ്റെ ഒരു പ്രൊഫൈലും കാര്യങ്ങളും വാർത്തയും ഞാനിന്ന് കണ്ടത്. പക്ഷെ ജുനൈദ് പറയാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ജുനൈദിൻ്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആ ഒരു കേസുണ്ടല്ലോ, ആ കേസിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ പറ്റാതെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്കെല്ലാം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അറിയുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ ആൾക്കാർ ജുനൈദിനെ ട്രോളുകയും ഞാൻ കണ്ടായിരുന്നു. ക്രൂരമായ രീതിയിൽ ട്രോൾ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ പാട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ജുനൈദിൻ്റെ പഴയ സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് ക്രൂരമായ രീതിയിൽ ട്രോൾ കണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ അവസാനമായി പറയാൻ, ഒരു ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞ ഒരു പോസ്റ്റ് പോലും ലോകത്തോട് പലതും വിളിച്ചു പറയാം. ചിലപ്പോൾ നിരപരാധിയായിരിക്കും. നമ്മുടെ ഇന്നത്തെ കാലത്ത് പീഡന കേസിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ഒരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ മനുഷ്യന് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിച്ചത് പലതും പറയാതെ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു വെച്ചാൽ, പലപ്പോഴും പണ്ടൊക്കെ നമ്മൾ ഈ പുള്ളിക്കാരൻ്റെ ഡാൻസൊക്കെ കാണാൻ നേരത്ത് അയ്യേ ഇതെന്താണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അന്ന് കാലത്തൊക്കെ. അതിനുശേഷം പുള്ളിക്കാരൻ പതിയെ വൈറലായെന്ന് വരുന്നു. പിന്നെ നമ്മളിത് കാണുമ്പോൾ രസം എന്നുള്ള രീതിയിൽ കാണാൻ തുടങ്ങി. ഏതൊരു സാധാരണ ഒരു ഫാമിലിയിൽ പെടുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. അതിനിടയിലാണ് ഒരു പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ ഒരു കേസ് വന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ജുനൈദിന് നേരെ വലിയ ട്രോളുകൾ വന്നു. അവസാനം ലോകത്തോടൊന്നും വിളിച്ചു പറയാൻ പറ്റാതെ തലയ്ക്ക് മുകളിൽ ആ പേരിൽ, അതാണ് അവിടുത്തെ വിഷയം. അതാണ് എനിക്കും ഒരു ഇത് വന്നത്. കാരണം അയാൾ എല്ലാം തുറന്നു പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് തലയ്ക്ക് മുകളിൽ ഇപ്പോഴും ഒരു പേരുണ്ട് ആ മനുഷ്യന്. അത് ചിലപ്പം നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അയാളെ അത് എവിടം വരെ വേട്ടയാടും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ആ ഫാമിലിയെ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം അതാണ്, നമ്മൾ നേരിട്ട് കണ്ടു സംസാരിച്ചു എന്നൊന്നും വരില്ല. പക്ഷേ ഇവരെ നമുക്ക് ഭയങ്കര പരിചയമായിരിക്കും. എനിക്ക് ഭയങ്കര